പ്രിയപ്പെട്ടവരെ, ആം ആദ്മി പാർട്ടിയെ നമുക്ക് ചുറ്റുമുള്ളവർ ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ. എന്തെന്നാൽ നാളിതുവരെ ആം ആദ്മി പാർട്ടിയെ കുറിച്ച് ഒരു നല്ല വാക്ക് പോലും പറയാത്ത ഒരുപാട് സുഹൃത്തുക്കൾ ഇന്നലെ പറയുകയുണ്ടായി. ആം ആദ്മി പാർട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു, ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളെ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങളുടെ നേതാക്കൾ BJPക്ക് അടിയറവ് പറഞ്ഞിരിക്കുന്നു എന്ന ഇതിനർത്ഥം ഇന്നലെ വരെ അവർ പാർട്ടിയെ സ്നേഹിച്ചിരുന്നു എന്നല്ലേ? പാർട്ടിയുടെ ആശയങ്ങളെ അവർ മനസ്സിലാക്കിയിരുന്നു, പാർട്ടിയുടെ നേതാക്കളെ അവർക്ക് ഇഷ്ടമായിരുന്നു എന്നല്ലേ? അരവിന്ദ് കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കിയപ്പോൾ പോലും ഒന്നും മിണ്ടാതിരുന്ന ലോകത്തിന്റെ പല കോണിലുള്ള പ്രിയ സുഹൃത്തുക്കളുടെ മെസ്സേജുകളുടെ പ്രവാഹമായിരുന്നു ഇന്നലെ. അവർക്കെല്ലാം ആം ആദ്മി പാർട്ടിയെ ഇഷ്ടമായിരുന്നു അത്രേ. പ്രിയപ്പെട്ടവരെ, ഈ വൈകിയ വേളയിലെങ്കിലും നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ തുറന്നു പറഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങളുടെ ആശയം മികച്ചതാണ് എന്ന് നിങ്ങൾ പറഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ആശയങ്ങൾ ഉൾക്കൊണ്ട് തന്നെയാണ് പ്രിയ സുഹൃത്തുക്കളെ ഞങ്ങളും ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയിൽ ചേരുക എന്നത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. പക്ഷെ ഈ പ്രസ്ഥാനത്തിൽ നിലനിൽക്കുക എന്നത് അല്പം പ്രയാസം തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ നേതാക്കൾ അഴിമതി ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് നെഞ്ചിൽ കൈവച്ച് പറയുവാൻ സാധിക്കുമോ? പക്ഷെ ഞങ്ങൾക്ക് സാധിക്കും. അതാണ് ആം ആദ്മി പാർട്ടി. ജയിലറകൾ ഭയമുള്ളവർക്ക് പാർട്ടി വിടാമെന്ന് ഞങ്ങൾ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. ആം ആദ്മി പാർട്ടിയെ തകർക്കുവാൻ വേണ്ടി BJP സകല സന്നാഹങ്ങളും ഉപയോഗിച്ച് പല രീതിയിലും കളി തുടങ്ങിയത് ഇപ്പോഴല്ല, തുടക്കത്തിൽ തന്നെ അത് ഉണ്ട്. ഗുജറാത്തിൽ MLA-മാരായ ചൈതാൻ വാസവ, ഗോപാൽ ഇറ്റാലിയ എന്നിവരെ ഒരുപാട് ദിവസം കള്ളക്കേസിൽ ജയിലിലടച്ച് തകർക്കുവാൻ നോക്കി. ഇന്നും 160 പ്രവർത്തകർ ജയിലിലാണ്. ഇന്നലെ ഗുജറാത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ വെടിവെച്ച് കൊല്ലുവാൻ ശ്രമിച്ചു. തളരാതെ പാർട്ടി മുൻപോട്ട് പോകുന്നു. ഗുജറാത്തിൽ വലിയ മുന്നേറ്റം നടത്തുന്നു. കാശ്മീരിൽ ആം ആദ്മി പാർട്ടിയുടെ MLA മെഹ്റാജ് മാലിക് മാസങ്ങളായി ജയിലിലാണ്. കാശ്മീരിലെ പാർട്ടിയുടെ വളർച്ച ഭയപ്പെടുന്ന BJPയുടെ ചതിയാണത്. ജയിലറ ഭയപ്പെടാത്ത പ്രവർത്തകർ ഉള്ളിടത്തോളം കാലം ഈ പാർട്ടിയെ ഇല്ലാതാക്കുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. BJPയുടെ B ടീം എന്ന വിളി പണ്ടേ തുടങ്ങിയതല്ലേ? വിളിക്കുന്നവരോട് യഥാർത്ഥ B ടീം അവർ തന്നെയെന്ന് പണ്ടേ തെളിയിച്ചിട്ടുള്ളതാണ്. രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ആം ആദ്മി പാർട്ടി ഇവിടെ തന്നെ ഉണ്ടാകും. അടുത്ത ലക്ഷ്യം പഞ്ചാബിലെ MLA-മാരാണെന്ന് ഞങ്ങൾക്കറിയാം. ഭയമുള്ളവർ പോകുക തന്നെ ചെയ്യും. ധീരന്മാർ ഈ പ്രസ്ഥാനത്തിന് കരുത്ത് പകർന്നുകൊണ്ടേയിരിക്കും. ഈ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും. B ടീം വിളി തുടരുക തന്നെ ചെയ്യട്ടെ. ഇതുകൊണ്ടൊന്നും ആം ആദ്മി പാർട്ടിയെ തകർക്കുവാൻ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും സാധ്യമല്ല. ആം ആദ്മി പാർട്ടിയാണ് ശരിയെന്ന് പലതവണ തെളിയിച്ചതാണ്. കാലം അത് ഇനിയും ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. ഇപ്പോൾ വീണ്ടും പാർട്ടി BJPയുടെ ആണെന്ന് പറയുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഈ സമീപകാലത്ത് ആം ആദ്മി പാർട്ടിയിലെ നേതാക്കളെ വേട്ടയാടിയ പോലെ BJP മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവിനെ വേട്ടയാടിയിട്ടുണ്ടോ? എല്ലാവരും ചോദിക്കുന്നു, എന്താണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ ഒരുമിച്ച് BJPയിലേക്ക് പോകുന്നത് എന്ന. ഇതിന് ഉത്തരം കാണാൻ ശ്രമിക്കുന്നതിന് മുൻപ് പ്രമുഖരായ 2 പേരുടെ കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന് രാഘവ് ചദ്ദ, രാജ്യസഭ MP. ഇദ്ദേഹത്തിന്റെ കുറച്ചു നാളുകൾക്ക് മുമ്പുള്ള പത്രസമ്മേളനങ്ങൾ സൂക്ഷിച്ചു വീക്ഷിച്ചാൽ അതിൽ നിന്ന് ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. BJP എന്നത് ഗുണ്ടകളും വിദ്യാഭ്യാസമില്ലാത്തവരുടെയും ഒരു പാർട്ടിയാണ് എന്ന് രാഘവ് ചദ്ദ പറയുകയുണ്ടായി. എന്നെ വില പറഞ്ഞു വാങ്ങുവാനുള്ള തുക ഒരു കാരണവശാലും BJPയുടെ കയ്യിൽ തികഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ വളരെ പെട്ടെന്ന് BJP ഇന്ത്യയിൽ ഏറ്റവും നല്ല പാർട്ടിയാണ് എന്ന് അദ്ദേഹം കണ്ടെത്തിയെങ്കിൽ അതിന്റെ പിന്നിൽ പണം മാത്രമാണോ അതോ ജീവൻ ഭീഷണിക്കുണ്ടായിരുന്നോ എന്നൊക്കെ സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന കാര്യമാണ്. രണ്ടാമതായി അശോക് മിത്തൽ, രാജ്യസഭ MP ആണ്. BJPയിലേക്ക് ചേക്കേറുന്നതിന് 10 ദിവസം മുൻപ് ED റെയ്ഡ് നടന്നു. കൃത്യമായി 10 ദിവസത്തിനുള്ളിൽ അദ്ദേഹം BJPയിൽ ചേരുകയും ചെയ്തു. മറ്റുള്ളവരുടെ കാര്യത്തിലും ഇതുപോലെ സമാനമായ സാഹചര്യമാണ്. അല്ലാതെ BJPയിലേക്ക് ചേക്കേറുന്നവർ അവർ അവകാശപ്പെടുന്നത് പോലെ BJPയുടെ ആദർശമോ പ്രവൃത്തികളോ തിരിച്ചറിഞ്ഞല്ല അവിടെ എത്തുന്നത്. അതാണ് ആം ആദ്മി പാർട്ടിയിലെ ഇന്ത്യയിലെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും. അത് തിരിച്ചറിഞ്ഞവർ ഈ പാർട്ടിയിൽ ഇനിയും തുടരുക തന്നെ ചെയ്യും. BJPയുടെ സ്വന്തം തട്ടകത്തിൽ ഗുജറാത്തിൽ ഇന്നും കാണുന്ന വൻ ജനക്കൂട്ടം സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. സ്വന്തം കുടുംബം, ജീവൻ, നേട്ടങ്ങൾ, ലാഭം, പദവി എന്നിവ നോക്കി പോകുന്നവർ ഭീഷണിക്ക് മുന്നിൽ പതറി പോവുക തന്നെ ചെയ്യും. അതേസമയം പാർട്ടി മുൻപോട്ട് വയ്ക്കുന്ന ആശയം ജീവിതത്തിൽ നടപ്പിൽ വരുത്തുവാൻ ശ്രമിക്കുന്ന ചില ധീരരായ വ്യക്തിത്വങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ ഉണ്ടാകുക തന്നെ ചെയ്യും.
അതേസമയം പാർട്ടി മുൻപോട്ട് വയ്ക്കുന്ന ആശയം ജീവിതത്തിലും നടപ്പിൽ വരുത്തുവാൻ ശ്രമിക്കുന്ന ചില ധീരരായ വ്യക്തിത്വങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആദർശം കൈമുതലായി ഉള്ളവർ, ബ്രിട്ടീഷുകാരുടെ മുൻപിൽ ചങ്കു വിരിച്ച് നിന്നവർ, ഭഗത് സിംഗിനെ പോലുള്ളവർ, അതുപോലെ നിരവധി പേർ ആം ആദ്മി പാർട്ടിയിലുമുണ്ട്. കെജ്രിവാൾ, മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ്, സത്യേന്ദ്ര ജെയിൻ, ഇതുവരെ ഏതാണ്ട് 16 ആം ആദ്മി പാർട്ടി നേതാക്കളെ ജയിലിൽ അടച്ചിട്ടുമുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഒന്നുണ്ട്: ആം ആദ്മി പാർട്ടിയിൽ തുടരുവാൻ പാർട്ടിയോടുള്ള കൂറും വിശ്വസ്തതയും മാത്രം പോരാ, നല്ല ധൈര്യവും കൂടി വേണം. ഒരിക്കൽ കൂടി പറയട്ടെ, പേടിത്തൊണ്ടന്മാർക്ക് പറഞ്ഞിട്ടുള്ള പാർട്ടിയല്ല ആം ആദ്മി പാർട്ടി.